Next topic is sources of electrical energy. നമുക്കറിയാം നമ്മുടെ വീടുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കറണ്ട് വരുന്നത് ഒരു പവർ ഗ്രിഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് വഴിയാണ് നമ്മുടെ വീടുകളിലേക്കുള്ള പവർ അല്ലെങ്കിൽ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നത്. ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതുപോലെയുള്ള ഇലക്ട്രിക് ലൈൻസ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ സിംപ്ലി ഒരു ബാറ്ററിയെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയുടെ സോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് സോഴ്സസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. നോർമലി വീടുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫേസ് ഇലക്ട്രിക്കൽ സിസ്റ്റം ആയിരിക്കും. അതുപോലെ ഇൻഡസ്ട്രീസുകളിലും മാനുഫാക്ചറിങ് പ്ലാന്റുകളിലും ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് 3 ഫേസ് സപ്ലൈ സിസ്റ്റം ആയിരിക്കും. ഇവ തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ 3 ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 3 ഫേസ് സിസ്റ്റംസ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു സിംഗിൾ ഫേസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസ് ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേ പഠിച്ചു AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. AC ജനറേറ്ററിൽ ഒരു ആർമേച്ചർ ഉണ്ടായിരിക്കും. അത് 2 പോൾസിനിടയിൽ റൊട്ടേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഒരു സൈൻ വേവ് രൂപത്തിലായിരിക്കും. അതിനെ കുറിച്ചുള്ള ഡിഫറെൻറ്റ് ടേംസ് എല്ലാം നമ്മൾ പഠിച്ചു. ആംപ്ലിറ്റ്യൂഡ്, വേവ് ഫോം, ഫ്രീക്വൻസി, അതുപോലെയുള്ള ടേംസ് നമ്മൾ പഠിച്ചു. ഒരു സിംഗിൾ ഫേസ് AC ജനറേറ്റർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസ് ആൾട്ടർനേറ്റർ എന്ന് പറയുന്നത് അതിൽ ഒരു ആർമേച്ചറും അതുപോലെ 2 പോൾസുമാണുള്ളത്. ബട്ട് if the number of armature windings is increased, then it becomes polyphase alternator. ഒരു സിംഗിൾ ഫേസ് ആൾട്ടർനേറ്ററിലെ ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ എണ്ണം നമ്മൾ കൂട്ടുകയാണെങ്കിൽ അതിന് പോളിഫേസ് ആൾട്ടർനേറ്റർ എന്ന് പറയും. And it produces as many independent voltage waves as the number of windings or phases. ഇതിൽ എത്ര വൈൻഡിങ്സ് ഉണ്ട് എന്നതിനെയാണ് ഫേസസ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഫേസ് ആൾട്ടർനേറ്ററിൽ ഒരു വൈൻഡിങ് മാത്രമേ അല്ലെങ്കിൽ ഒരു ആർമേച്ചർ വൈൻഡിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതിനെ സിംഗിൾ ഫേസ് ആൾട്ടർനേറ്റർ എന്ന് പറയുന്നു. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫോം എന്ന് പറയുന്നതും ഒരൊറ്റ സൈൻ വേവ് രൂപത്തിലായിരിക്കും. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 3 രീതിയിലുള്ള കണക്ഷൻസ് ആണ്: സിംഗിൾ ഫേസ്, 2 ഫേസ് ആൻഡ് 3 ഫേസ്. സിംഗിൾ ഫേസ് ആൾട്ടർനേറ്ററിൽ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് AC ജനറേറ്ററിൽ ഒരൊറ്റ കോയിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഒരു സൈൻ വേവ് ഓഫ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. 2 ഫേസ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ 2 ആർമേച്ചർ കോയിലുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതായത് 2 കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ കിട്ടുന്നത് 2 സൈൻ വേവുകളായിരിക്കും. 3 ഫേസ് ആൾട്ടർനേറ്ററിൽ ആർമേച്ചർ വൈൻഡിങ്ങുകളുടെ എണ്ണം 1 നിന്ന്
മൂന്നാക്കി ഇൻക്രീസ് ചെയ്യുന്നു. അതോടൊപ്പം അവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന സൈൻ വേവ് എന്ന് പറയുന്നത് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ 3 ഡിഫറെൻ്റ് സൈൻ വേവ്സ് ആയിരിക്കും. എ, ബി, സി. അതായത് സിംഗിൾ ഫേസ് ആൾട്ടർനേറ്ററിൽ ഒരൊറ്റ കോയിൽ എ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ അവിടെ കിട്ടുന്നത് ഒരു സിംഗിൾ സൈൻ വേവ് ആയിരിക്കും. 2 ഫേസ് സപ്ലൈയിൽ 2 കോയിലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കാരണം അവിടെ 2 വേവ് ഫോമുകൾ നമുക്ക് കിട്ടും. 3 ഫേസ് സപ്ലൈയിൽ 3 കോയിലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കാരണം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് 3 ഡിഫറെൻ്റ് സൈൻ വേവ്സ് ആയിരിക്കും. ഈ ഒരു ടൈപ്പ് ഓഫ് കണക്ഷനെയാണ് 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു 3 ഫേസ് സിസ്റ്റവും സിംഗിൾ ഫേസ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ 0 ഡിഗ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം വോൾട്ടേജ് കിട്ടുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. 180 ഡിഗ്രിയിൽ വീണ്ടും 0 വോൾട്ടേജ് ആണ് ലഭിക്കുന്നത്. അതിനുശേഷം മറ്റൊരു ഡയറക്ഷനിൽ മാക്സിമം വോൾട്ടേജ് കിട്ടുന്നത് 270 ഡിഗ്രിയിലായിരിക്കും. 360 ഡിഗ്രി റൊട്ടേഷനിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എത്തുകയും അവിടെ നമുക്കൊരു സൈൻ വേവ് ലഭിക്കുകയും ചെയ്യും. ഇനി ഒരു 3 ഫേസിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് 3 ഡിഫറെൻ്റ് സൈൻ വേവ്സ് ആയിരിക്കും. ആ 3 ഡിഫറെൻ്റ് സൈൻ വേവ്സുകളും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു സൈൻ വേവ് പോസിറ്റീവ് ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്ത് 180 ഡിഗ്രി അതിൻ്റെ 120 ഡിഗ്രി എത്തുമ്പോഴാണ് മറ്റൊരു സൈൻ വേവ് പോസിറ്റീവ് ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫേസ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഇവിടെ ഫേസ് ഡിഫറൻസ് 3 ഫേസ് സപ്ലൈയുടെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഒരു സിംഗിൾ ഫേസ് ആൾട്ടർനേറ്റർ ഒരൊറ്റ ആർമേച്ചർ വൈൻഡിങ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നേരെ മറിച്ച് ഒരു 3 ഫേസ് ആൾട്ടർനേറ്ററിൽ 3 ആർമേച്ചർ വൈൻഡിങ്ങുകൾ ഉണ്ടായിരിക്കും. ഇവിടെ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് അറിയാം ഫേസ് എ, അതായത് 3 ഫേസുകളാണ് എ, ബി, സി. അതിലെ ഫേസ് എ starts to rise in a positive direction at 0 electrical degrees. 120 degrees later, phase B starts to increase in a positive direction. Phase C follows at another interval of 120 degrees. അതായത് ഫേസ് എ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഡിഗ്രിയിലാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 120 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഫേസ് ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഫേസ് ബി പോസിറ്റീവ് ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 120 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഫേസ് സി പോസിറ്റീവ് ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത് എ, ബി, സി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എ, ബി, സി എന്നിങ്ങനെ ആയിരിക്കും. ഈ ഒരു ടൈപ്പ് ഓഫ് വേവ് ഫോമിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റത്തെയാണ് 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു
സിംഗിൾ ഫേസ് സിസ്റ്റവും അതുപോലെ ഒരു 3 ഫേസ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The definition of the single phase power supply is the power supplies through a single conductor. ഒരു സിംഗിൾ ഫേസ് പവർ സപ്ലൈയിൽ പവർ സപ്ലൈ ചെയ്യുന്നത് ഒരു സിംഗിൾ കണ്ടക്ടർ മാത്രം ഉപയോഗിച്ചാണ്. നേരെ മറിച്ച് ഒരു 3 ഫേസ് പവർ സപ്ലൈയിൽ പവർ ഫ്ലോ ചെയ്യുന്നത് 3 കണ്ടക്ടറുകളിലൂടെയാണ്. The single phase power supply has one distinct wave cycle, whereas 3 phase has 3 distinct wave cycles. ഒരു സിംഗിൾ ഫേസ് പവർ സപ്ലൈക്ക് ഒരു ഒറ്റ വേവ് സൈക്കിൾ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഒരു 3 ഫേസ് പവർ സപ്ലൈക്ക് 3 ഡിസ്റ്റിങ്ക്റ്റ് വേവ് സൈക്കിളുകൾ ഉണ്ടായിരിക്കും. Single phase requires the single wire to connect the circuit, whereas 3 phase needs 3 wires. Also, the voltage of the single phase is 230 volt, whereas 3 phase voltage is 415 volt. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ് വോൾട്ടേജ് ഓഫ് സിംഗിൾ ഫേസ്. അതായത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജ്, വീടുകളിൽ നമുക്ക് ലഭിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. നേരെ മറിച്ച് ഇൻഡസ്ട്രികളിലും മറ്റ് മാനുഫാക്ചറിങ് പ്ലാന്റുകളിലും ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് മിനിമം 415 വോൾട്ട് ആയിരിക്കും. The phase name of the single phase is split phase. Single phase സപ്ലൈയെ split phase എന്ന് പറയാറുണ്ട്. The capacity of power transfer in the single phase is minimum, whereas 3 phase has the maximum. പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി സിംഗിൾ ഫേസിൽ പരിമിതമാണ്, പക്ഷേ 3 ഫേസ് സപ്ലൈയിൽ മാക്സിമം പവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. സിംഗിൾ ഫേസ് സിസ്റ്റത്തിലെ കണക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും. 3 ഫേസിലെ കണക്ഷൻ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുപോലെ സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ പവർ ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഒരു 3 ഫേസ് സപ്ലൈയിൽ പവർ ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. Also, the loss in single phase is maximum, whereas 3 phase is minimum. The single phase efficiency is less, whereas the 3 phase is high. Also, single phase is inexpensive, but 3 phase is expensive. ഇത്രയും കാര്യങ്ങളാണ് സിംഗിൾ ഫേസ് സിസ്റ്റവും 3 ഫേസ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസുകൾ. അഡ്വാൻറ്റേജസ് ഓഫ് 3 ഫേസ് സിസ്റ്റം. ഒരു സിംഗിൾ ഫേസുമായി കമ്പയർ ചെയ്യുമ്പോൾ 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത് 73% മോർ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന സിസ്റ്റമാണ് 3 ഫേസ് സിസ്റ്റം, but uses only 50% more wire. Also, the power delivered by a single phase source is pulsating, whereas power delivered by a 3 phase system is relatively constant. Also, a motor or transformer may be the same physical size, but the horsepower rating of 3 phase motors and kilowatt ampere rating of these 3 phase transformers are 150% greater than single phase motors and transformers. കൂടുതൽ കപ്പാസിറ്റിയും അതുപോലെ ഹോഴ്സ് പവറുമുള്ള മോട്ടോറുകളും മറ്റും ഉപയോഗിക്കണമെങ്കിൽ 3 ഫേസ് സപ്ലൈ ആണ് കൂടുതൽ നല്ലത്. ഇത്രയുമാണ് 3 ഫേസ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ്.